നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 അന്തരാളഘട്ടത്തിൽ അലഞ്ഞു നടപ്പാണ് MV ഗോവിന്ദൻ. നയവ്യതിയാനത്തിൽ നട്ടം തിരിയുന്നു V ശിവൻകുട്ടി. അന്തർധാരയിൽ കലിപ്പടക്കിപ്പിടിച്ച് ബിനോയ് വിശ്വം. എല്ലാം പൊറാട്ടു നാടകമാണ്. PM ശ്രീയിൽ കുട്ടികളുടെ ഭാവി തട്ടിക്കളിക്കുകയാണോ LDF? PM ശ്രീയിൽ പിന്നോട്ടു പോകാനോ ഈ ഇടതു നാടകം? CPM-ഉം CPI-യും പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെ? അണികളുടെ കണ്ണിൽ പൊടിയിടുന്നോ ഇടതുപക്ഷം? സമഗ്ര വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇന്നലെ നമ്മൾ വലിയൊരു നാടകം കണ്ടു. ഇന്നതിൻ്റെ തുടർച്ചയും. ഇന്നൊരു ദിവസം PM ശ്രീയിൽ സംഭവിച്ചതെന്ത്? കൃഷ്ണരാജ്, നമുക്ക് ഷോക്കേറ്റ് കുട്ടികൾ മരിക്കാത്ത സ്കൂൾ മുറികൾ വേണം, മൂക്ക് പൊത്തി നടക്കേണ്ട അവസ്ഥയില്ലാത്ത ശുചിമുറികളുള്ള സ്കൂളുകൾ വേണം, കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് ഇടിഞ്ഞ് കുട്ടികൾക്ക് അപകടം സംഭവിക്കാത്ത ക്ലാസ് മുറികളൊക്കെ നമുക്ക് ആവശ്യമാണ്, സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം രാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആധുനിക വിദ്യാഭ്യാസ സംവിധാനത്തിനും സൗകര്യത്തിനുമുള്ള അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയ ഒരു പദ്ധതി ഇത്ര വൈകി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോഴും അതിനെ ഒരു രാഷ്ട്രീയ തർക്കത്തിൻ്റെ പേരിൽ ഒരു കരിനിഴലിൽ നിർത്തുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPI CPM തർക്കമായിക്കൊള്ളട്ടെ, കോൺഗ്രസിൻ്റെ ആരോപണങ്ങളായിക്കോട്ടെ, നമുക്ക് അതല്ല ആവശ്യം. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പരമാവധി സ്കൂളുകളിൽ ഈ PM ശ്രീ പദ്ധതി പ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ആവശ്യവുമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത്ര വലിയൊരു പദ്ധതി, ഇത്ര ഗുണം ലഭിക്കാവുന്ന ഒരു പദ്ധതി, അത് ഒരു മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള നയവ്യതിയാന തർക്കങ്ങളുടെ പേരിൽ പിന്നീട് അത് നടപ്പിലാകാതെ പോകുമോ എന്നുള്ള സംശയങ്ങൾ പോലും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് CPI ഉടക്കി നിൽക്കുന്നു, CPM അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളതാണ് വാർത്ത. അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും PM ശ്രീ നടപ്പിലായാൽ എന്തോ വലിയ അപകടം വരാൻ പോകുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചില ചർച്ചകളിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ സംസ്ഥാനത്തിന് ഗുണകരമാകേണ്ട ഒരു പദ്ധതിയാണ് ആ രീതിയിൽ വലിയ വേണ്ടാത്ത ചർച്ചകളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു പ്രശ്നവും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഇപ്പോൾ CPIക്ക് എതിർപ്പുണ്ടെങ്കിലും CPM-ന് എതിർപ്പുണ്ടെങ്കിലും ഇനി രണ്ടുപേരും യോജിച്ചാലും ഇല്ലെങ്കിലും ശരി, സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് വളരെ ആവശ്യവുമാണ്. ആ രീതിയിലുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയും വേണം. ഇനിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്, ഈ മുന്നണി തർക്കത്തിന് പേരിൽ CPI ആയാലും ശരി CPM ആയാലും ശരി ഈ വിഷയത്തെ കൂടുതൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോകാതെ ഇതിലൊരു സമവായം കണ്ടെത്തി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് വീണ്ടും നമ്മൾ കണ്ടതാണ്. ഇന്ന് CPI-യുടെ നേതാക്കൾ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. ഒരു സമവായം ഉണ്ടാകാതിരിക്കലാണ് അവരുടെ ലക്ഷ്യം. സമവായം എന്ന് പറയുകയും അതുണ്ടാകാതിരിക്കുകയും വേണം. ഈ വിവാദം ഇങ്ങനെ നിലനിൽക്കണം, അതിനടിയിൽ പെട്ടുപോകണം PM ശ്രീ പദ്ധതി. അതാണ് അവരുടെ ഇപ്പോഴത്തെ നീക്കം, അല്ലേ? അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു കൃഷ്ണരാജ്. കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം കേരളത്തിലേക്ക് വരും. ഈ തുക ലഭ്യമായതിനു ശേഷം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു വരുത്തി തീർക്കലിനൊക്കെയുള്ള ശ്രമമാണോ എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം CPM അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കാൻ പ്രഖ്യാപിക്കുന്നു, അപ്പോഴും പറയുന്നു നമ്മൾക്ക് ഈ പണം ലഭ്യമാകേണ്ടതുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ പറയുന്നു. അതിനുശേഷം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ വരുത്താനുള്ള ശ്രമം നടത്തുന്നു. അപ്പോഴേക്കും CPI-യുടെ എതിർപ്പ് വരുന്നു. അതിൻ്റെ പേരിൽ കുറേ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. അത് ചില മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. അത് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി CPI-യുടെ ആസ്ഥാനത്തെത്തി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവിടെ തങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് CPI-യുടെ നേതാക്കൾ പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ഈ പദ്ധതി മുഴുവൻ ഒരു വലിയ അബദ്ധമാണ്, നടപ്പിലാക്കരുത് തുടങ്ങിയിട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ വിവാദങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ചർച്ചകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. കാരണം PM ശ്രീയുടെ പദ്ധതി ഇത്രയും 2020 കൊണ്ടുവന്നൊരു പദ്ധതി 2025 കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ നടപ്പിലായില്ല എന്നുള്ളത് തന്നെ വലിയ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധരുണ്ട്, രക്ഷിതാക്കളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ആ വിഷയങ്ങളിൽ പെട്ടെന്ന് പരിഹാരമുണ്ടാവുകയും ഈ പണം കേന്ദ്ര സർക്കാർ നൽകുന്ന മുറയ്ക്ക് തന്നെ വളരെ വേഗത്തിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും തുടർന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് കഴിയാവുന്ന
പരമാവധി വിദ്യാഭ്യാസ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നുള്ളതാണ് ഏവരും ആവശ്യപ്പെടുന്നത്. അപ്പോഴും ഈ വിവാദം ഇങ്ങനെ അവസാനിക്കാതെ തുടരുന്നത് തന്നെയാണ് ഈ പദ്ധതിക്ക് മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നത്. അത്തരം ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് ഇരു പാർട്ടികളും പിൻവാങ്ങണമെന്ന ആവശ്യവും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞു. കാരണം നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ വേണം. അവർക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ വേണം, നല്ല ക്ലാസ് മുറികൾ വേണം, ഇരിക്കാൻ നല്ല സൗകര്യങ്ങൾ ഉണ്ടാകണം, നല്ല ശുചിമുറികൾ ഉണ്ടാകണം, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഇപ്പോൾ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട്. ആ നടപടികളിലേക്ക് സർക്കാർ ദ്രുതഗതിയിൽ കടക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യമായി ഉയരുന്നത്. കൃഷ്ണരാജ്. ശരി. CPM ഉം CPI ആളെപ്പറ്റിക്കാൻ പൊറാട്ട് നാടകം നടത്തുന്നു. PM ശ്രീയിൽ നമുക്ക് വേണ്ടത് മികച്ച വിദ്യാഭ്യാസമാണ്, ഉന്നത നിലവാരമുള്ള പാഠ്യ രീതികളാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ. നാടകം കൊഴുപ്പിക്കാൻ ഡൽഹിയിലും ആളെപ്പറ്റിക്കൽ നീക്കങ്ങൾ. AKG ഭവനിലെത്തി CPI ജനറൽ സെക്രട്ടറി D രാജ. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് പ്രതികരണം. കേരളത്തിൽ പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകി തലയൂരി MA ബേബി. ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന കാര്യം അറിയിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടി MA ബേബിക്ക്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ LDF-നുള്ളിൽ തർക്കം തുടരുന്നതിനിടയിലാണ് CPI ദേശീയ സെക്രട്ടറി D രാജ ഡൽഹിയിൽ CPM ഓഫീസിലേക്ക് എത്തി ജനറൽ സെക്രട്ടറി MA ബേബിയെ കണ്ടത്. പരസ്പരം മനസ്സിലാക്കണമെന്നും CPM-മായി വിശദമായ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്നുമായിരുന്നു D രാജയുടെ പ്രതികരണം. I have been told by Comrade Baby, he has asked his own party, CPM, to talk to CPI and discuss the issues and try to find a solution. And we are hopeful our two parties will discuss and will try to find a solution. എന്നാൽ വിഷയത്തിൽ ഇരു പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPI-യുടെയും CPIM-ന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് കേന്ദ്ര നേതൃത്വത്തെയോ ജനറൽ സെക്രട്ടറിയോ അറിയിച്ചിരുന്നോ എന്ന തുടർച്ചയായ ചോദ്യത്തിനും MA ബേബിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസത്തിന് പരിഹാരം കണ്ടെത്താൻ ഇരു പാർട്ടികളും ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടത്താം. ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനൊരു പരിഹാരം മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കുന്നതിൽ സഹകരിക്കണം. വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ട് അതേ രീതിയിൽ പദ്ധതി നടപ്പാക്കണമെന്ന് നിർബന്ധമില്ലെന്നും MA ബേബി ന്യായീകരിച്ചു. ജനം, ഡൽഹി. PM ശ്രീയിൽ ഒപ്പിടാൻ 4 വർഷം വൈകിയതിന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാപ്പ് പറയണമെന്ന് K സുരേന്ദ്രൻ. പണം വാങ്ങും, പക്ഷേ നയം നടപ്പാക്കില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ അസംബന്ധം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ. കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പാക്കാൻ തീരുമാനിച്ചത്, ആ കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പാവും. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപകടകരമായ ഒരു കാര്യവും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇത് നടപ്പാക്കാൻ വൈകിയതിൻ്റെ കുറ്റം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമാണ്. കുട്ടികൾ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതായി. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. ഈ നെഹ്റുവിൻ്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. SIR-ഉം ഇവിടെ നടപ്പാവും. PM ശ്രീയെ നോക്കി വിദ്യാർത്ഥി സംഘടനകൾ എതിർപ്പ് പറഞ്ഞ് കണ്ണുരുട്ടിയപ്പോൾ ഒറ്റ സ്വരം വേറിട്ട് കേട്ടു.
പദ്ധതിക്ക് വേണ്ടി നിലകൊണ്ട ABVPയുടെ പിന്മാറാൻ മനസ്സില്ലെന്ന ശബ്ദം. അത് വിജയിച്ചതിൻ്റെ ആഘോഷത്തിലാണവർ. തൃശൂർ നഗരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖംമൂടി ധരിച്ച് ABVPയുടെ പ്രകടനം. പ്രതീകാത്മകമായി വിദ്യാഭ്യാസ മന്ത്രിയെ പൊന്നാടയണിയിച്ചും മധുരം നൽകിയും പ്രവർത്തകർ അഭിനന്ദിച്ചു. പ്രതിഷേധിക്കുന്നവർ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാക്കുന്നുവെന്നാണ് പ്രതികരണം. അതായത് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈശ്വരപ്രസാദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിട്ടുള്ള വലിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് സെക്രട്ടറി അറസ്റ്റിലാവുകയും റിമാൻഡിൽ പോവുകയും ചെയ്തു. ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ AISFനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിഷയമാണ്. ആ വിഷയം നടപ്പിലാക്കുവാൻ അത് ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രഷറൈസ് ചെയ്യരുത്. ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിക്കുന്ന വിഷയമാണെന്നാണ് ABVP പറയാൻ ആഗ്രഹിക്കുന്നത്. പോറ്റി യാത്രയിലാണ്. ആദ്യം ബംഗളൂരുവിലേക്ക്, ഇപ്പോൾ ചെന്നൈയിലേക്ക്. ശബരിമല സ്വർണ്ണക്കവർച്ച അന്വേഷിക്കുന്ന സംഘം പോറ്റിയെ കൂട്ടി ചെന്നൈയിലെത്തി. സ്വർണം പൂശൽ നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി R. രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് പ്രധാന കേന്ദ്രം അന്വേഷണ സംഘത്തിന്. അവരിപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായി സഞ്ചരിക്കുന്നു. വലിയ തെളിവുകൾ കിട്ടിയോ? കൃഷ്ണരാജ്, ഏതായാലും ചെന്നൈയിലെത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെയും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചിട്ടാണ് ഈ സ്വർണം വേർതിരിച്ചത്. കട്ടളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുമെല്ലാം സ്മാർട്ട് ക്രിയേഷൻസിലാണ് എത്തിച്ചിരുന്നത്. അവിടെ വെച്ച് സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു. ഈ സ്വർണം വേർതിരിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിരിക്കുന്ന മൊഴി. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലേക്ക് എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം വേർതിരിച്ചെടുത്തതിൻ്റെ കൂലിയായി 109 ഗ്രാം സ്വർണം കൂലിയായി ഈടാക്കി എന്നും സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിരുന്നു. ഇതിലൂടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് നിലവിൽ നീങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നിരുന്നു. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 400 ഗ്രാമിന് മുകളിൽ സ്വർണം ഗോവർദ്ധൻ്റെ കൈവശത്ത് നിന്നാണ് അന്വേഷണ സംഘം കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് വിൽപ്പന നടത്തിയതെന്ന ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജുവലറിയിൽ നിന്നാണ് സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വൈകിട്ട് പിടിച്ചെടുത്തത്. ഇക്കാര്യം പിന്നീട് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഇവിടെ നിന്നും 176 ഗ്രാം ആഭരണങ്ങൾ പിടികൂടിയിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങളാണ് പിടികൂടിയത്. ഇക്കാര്യവും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ കർണാടകയിലെ പല ജില്ലകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്ന് തെളിയിക്കുന്ന ചില രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. നേരത്തെ 2019 മുൻപാണ് താൻ വസ്തുക്കൾ വാങ്ങിയതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. എന്നാൽ രേഖകൾ പരിശോധിച്ചതിൽ 2019 ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വസ്തുക്കൾ വാങ്ങിയത് എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം നിലവിൽ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ പ്രത്യേക സംഘത്തിൻ്റെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ SI സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ നടക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിരിക്കുന്ന മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാരണം ആദ്യം പറഞ്ഞത് 2019 ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചപ്പോൾ സ്വർണം വേർതിരിക്കാനുള്ള വൈദഗ്ധ്യം തങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇത് മാറ്റി പറയേണ്ട സാഹചര്യമുണ്ടായി. SITയുടെ പരിശോധന, തെളിവെടുപ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു R. രാജീവ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയിൽ പോറ്റി വിറ്റ സ്വർണം കണ്ടെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ SITയുടെ പരിശോധന നടന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന റൊദ്ദം ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണക്കട്ടിയുടെ രൂപത്തിലാണ് തൊണ്ടിമുതൽ കണ്ടെത്തിയത്.
കണ്ടെത്തിയ സ്വർണത്തിന്റെ ഭാരം ഇത് ശബരിമലയിലെ പഴയ പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം തന്നെയാണോ എന്നീ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്പോൺസർ എന്ന പേരിൽ അവതരിപ്പിച്ച ഗോവർദ്ധനം സ്വർണ്ണക്കവർച്ചാ ഗൂഢാലോചനയിൽ പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരുവിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടരുകയാണ്. മല്ലേശ്വരം ശ്രീരാമപുരത്തുള്ള കോത്താരി ഫ്ളാറ്റിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് റെയ്ഡ് നടന്നത്. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് പരിശോധന നടത്തും. ജനം, തിരുവനന്തപുരം. മുരാരി ബാബു ആള് ചില്ലറക്കാരനല്ല. ശബരിമലയിൽ സ്വർണ്ണപ്പാളി കടത്തുന്ന അതേ കാലത്ത് സ്വന്തം വീടുപണിക്ക് തേക്കുതടികൾ മുക്കുന്ന തിരക്കിലായിരുന്നു പുള്ളി. മുരാരി ബാബു പെരുന്നയിൽ 2 കോടിയോളം രൂപയ്ക്ക് വീട് നിർമ്മിച്ചതിലും അന്വേഷണം. ക്ഷേത്രാവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീടുപണിക്കുള്ള തേക്കുതടികൾ വാങ്ങിയതെന്നാണ് സൂചന. 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊള്ള നടന്നത്. ഈ കേസിൽ പ്രതിയാണ് മുരാരി ബാബു. ഇക്കാലയളവിൽ തന്നെയാണ് ചങ്ങനാശ്ശേരി പെരുന്നയിൽ മുരാരി ബാബു വീട് നിർമ്മിച്ചതും. ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സിലേക്കാണ് അന്വേഷണം നീളുന്നത്. 2 കോടിയോളം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ചത്. ഇതിനായി ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ചോ എന്നതിലാണ് സംശയം. ഈ വീട്ടിൽ SIT സംഘം വിശദമായി പരിശോധന നടത്തിയിരുന്നു. ബാങ്ക് ഇടപാടുകളും രേഖകളും പരിശോധിച്ചു. നിരവധി തടി ഉരുപ്പടികൾ വീട് നിർമ്മാണത്തിനായി മുരാരി ബാബു ഉപയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രാവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്കുതടികൾ വാങ്ങിയതെന്നാണ് സൂചന. തിരുനക്കര, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുള്ള പണികൾക്കെന്ന പേരിലാണ് തേക്കുതടികൾ വാങ്ങിയത്. മുരാരി ബാബുവിന്റെ സുഹൃത്തിന്റെ ഡിപ്പോയിൽ നിന്നായിരുന്നു ഇത്. തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികൾ നടന്നിട്ടില്ലെന്ന് ദേവസ്വം അധികൃതരിൽ നിന്നും വിവരം ലഭിച്ചു. ഏറ്റുമാനൂരിലെ കട്ടിളപ്പടി നിർമ്മാണത്തിനെത്തിച്ചത് പാഴ്ത്തടിയായിരുന്നുവെന്നും ഉപദേശക സമിതി എതിർത്തിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ജനം, കോട്ടയം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചോദ്യങ്ങൾ ഉയർത്തി BJPയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും. കേന്ദ്ര അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 4 പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു പ്രതിഷേധം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് 4 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചത്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു രാപ്പകൽ പ്രതിഷേധം BJP സംഘടിപ്പിച്ചത്. ഇന്നലെ രാത്രി ആരംഭിച്ച ഉപരോധം ഇന്ന് രാവിലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങളുടെ വേദന അറിയാത്തവരാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും എന്നും ആ വേദന മനസ്സിലാക്കാനാണ് സമരമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ശബരിമലയിൽ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലെ സ്വർണം കൊള്ള ചെയ്തവരാണ് സെക്രട്ടേറിയറ്റിലിരിക്കുന്നത്. മതേതരം പറഞ്ഞു നടക്കുന്ന ഇടതു വലത് മുന്നണികൾ അഴിമതി നടത്തുന്നവരെന്നും വിമർശനം. ഇതൊരു തുടക്കമാണ്. ഒരു പുതിയ കേരളം, ഒരു വികസിത കേരളം. BJPക്ക് മതത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രതിഷേധം ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ദൗത്യം വികസിത കേരളമാണ്. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി. പക്ഷേ അതിന്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ അത് സെന്റ് റീറ്റാസ് കോളേജാണോ, അത് ശബരിമലയാണോ, ഗുരുവായൂരാണോ, അത് മലബാർ ദേവസ്വം ബോർഡാണോ, ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ BJP ഉണ്ടാവും. എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ ഞങ്ങൾ എതിർക്കും എന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. പിണറായി വിജയൻ അയ്യപ്പശാപം എന്ന ശോഭാ സുരേന്ദ്രൻ. അയ്യപ്പശാപം കിട്ടിയത് ആചാരലംഘനത്തിന് കൂട്ടുപിടിച്ചത് മുതലെന്നും ശോഭാ സുരേന്ദ്രൻ. ഞങ്ങൾ മഴയിലിരിക്കും, ഞങ്ങൾ വെയിലിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ഇവിടത്തെ പോലീസ് അന്യായം ചെയ്താൽ ഈ കോട്ടയുണ്ടല്ലോ, തമ്പുരാന്റെ കോട്ട, പിണറായി വിജയന്റെ കോട്ട പൊളിക്കാൻ ഞങ്ങൾ ശരണം വിളിച്ചുകൊണ്ട് തീരുമാനിച്ചാൽ അയ്യപ്പസ്വാമി മുന്നേ നടക്കും, ഞങ്ങൾ പിറകിൽ നടക്കും. ഞങ്ങളുടെ ആരാധനായിട്ടുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും ഞങ്ങൾ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകും. കളിക്കേണ്ട മിസ്റ്റർ പിണറായി, അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ശബരിമല സംരക്ഷണത്തിന് തുടർ സമരത്തിലേക്ക് BJP കടക്കുമെന്ന് MT രമേശ്. ശബരിമലയിലെ സ്വർണം കവർന്ന കുറ്റക്കാരെ പിടികൂടും വരെ സമരം തുടരുമെന്നും MT രമേശ് കൂട്ടിച്ചേർത്തു. സുദീർഘമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കുക, CPM എന്ന് പറയുന്ന പാർട്ടി കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം ഈ കേരളം കൊള്ളയടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ അഴിമതിയോട് താതാത്മ്യം പ്രാപിക്കുന്ന, അഴിമതിയുമായി സന്ധി ചെയ്യുന്ന
കക്കാനായിട്ട് ജനിച്ച ഒരു മുഖ്യമന്ത്രിയും കൂട്ടരും കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. തൊണ്ടി മുതലായ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും സ്ഥാപിച്ചത് എന്തിനെന്ന് കുമ്മനം രാജശേഖരൻ സമാപന സഭ ഉദ്ഘാടനം ചെയ്ത് ചോദിച്ചു. അന്വേഷണത്തിന് തെളിവ് നശിപ്പിക്കാനാണ് ഈ നീക്കമെന്നും ക്ഷേത്രഭരണം CPM ഏറ്റെടുക്കുന്നത് ആചാര സംരക്ഷണത്തിനല്ല, പകരം ആചാരങ്ങൾ അട്ടിമറിക്കാനും സ്വർണം കക്കാനുമെന്നും കുമ്മനം രാജശേഖരന്റെ വിമർശനം. സെപ്റ്റംബർ 3-ാം തീയതി അവിടെ നിന്ന് എടുക്കുന്നു, ഒക്ടോബർ മാസം 14-ാം തീയതി വളരെ ധൃതിപ്പെട്ടവരെ കൊണ്ട് സ്ഥാപിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇനി അത് പൊളിച്ചെടുക്കാൻ അല്ലെങ്കിൽ കുത്തിപ്പൊളിച്ചെടുത്ത് ഇനി ഒരു അന്വേഷണത്തിന് വേണ്ടി തെളിവുണ്ടാക്കാൻ ഒരു കാരണവശാലും ആരും തുണിയില്ല എന്ന് വിചാരിച്ചാണ്. ഇനി ഹൈക്കോടതി അങ്ങനെയൊന്നും പറയില്ല എന്ന് വിചാരിച്ചാണോ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. നിങ്ങൾക്കൊരിക്കലും ഒരു നിമിഷം പോലും ആ കസേരയിലിരിക്കാനുള്ള അർഹതയില്ല. നിങ്ങൾ രാജിവെച്ച് പോകണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത്. എന്നും നിങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണം വേണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ക്ഷേത്രത്തിലെ ഭരണം ക്ഷേത്രത്തെ വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല, അവിടുത്തെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാനല്ല. നിങ്ങൾക്ക് ഭൗതികമായ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് നോട്ടം. ഇന്നലെ രാത്രി 7 മണിക്ക് ആരംഭിച്ച സമരം BJP സംസ്ഥാന അധ്യക്ഷൻ ശരണം വിളിച്ചാണ് അവസാനിപ്പിച്ചത്. ഇതൊരു തുടർ സമരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനം, തിരുവനന്തപുരം. പാക് ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ CIA ചാരൻ. മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ അമേരിക്ക വിലക്കെടുത്തു. പാക് ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് മുഷറഫ് നൽകി. പാകിസ്ഥാനിൽ ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു മുഷറഫെന്നും CIA ഏജന്റായ ജോൺ കിരിയാഗു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഈ ജോൺ കിരിയാഗു പറയുന്നത് പാകിസ്ഥാനിൽ മുഷറഫ് ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു എന്നാണ്. നോക്കൂ, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അമേരിക്ക കളിക്കുന്നതും ഡബിൾ ഗെയിം അല്ലേ? എന്താണ് വെളിപ്പെടുത്തൽ? ഈ വന്ന വെളിപ്പെടുത്തൽ വളരെ ഞെട്ടിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഭീകരതയ്ക്കെതിരെ രംഗത്ത് വരുന്ന കക്ഷികൾ എന്നുള്ളതാണ് അമേരിക്ക ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഭീകരതയെ തകർക്കാൻ അമേരിക്ക എല്ലാ രാജ്യങ്ങളിലേക്കും എത്തുന്നു എന്നായിരുന്നു അവരുടെ നറേറ്റീവ്. അത് പൊളിച്ചെടുക്കുകയാണ് ഒരു CIA ചാരൻ തന്നെ. അതായത് പാകിസ്ഥാനെ പോലെയുള്ള ഒരു ഭീകര രാജ്യത്തിന് എല്ലാവിധ പിന്തുണയും ചെലവും നൽകുന്നത് അമേരിക്കയാണ് എന്നുള്ളത് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അതായത് പാകിസ്ഥാന്റെ ഏറ്റവും നിർണായകമായ ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ അമേരിക്ക വില കൊടുത്തു വാങ്ങി എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് മുഷറഫ് നൽകി എന്നുള്ളതും ഇപ്പോൾ വെളിപ്പെടുന്നു. ഭീകരർക്ക് ആണവായുധങ്ങൾ ലഭിക്കുമോ എന്ന് മുഷറഫ് ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു ഈ മുഷറഫ് എന്നുകൂടി ഈ CIA ചാരൻ വെളിപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഭീകരവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന മുഷറഫ് ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായവും നൽകിയിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പല മാനങ്ങളുണ്ട്. അതായത് ഈ അടുത്ത ഓപ്പറേഷൻ സിന്ദൂറിനിടെ കിരാന കുന്നുകളിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയെന്നും അവിടെയാണ് ഈ പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങൾ ഉള്ളത് എന്നും ഒരു കഥ പരന്നിരുന്നു. അവിടേക്ക് ഉടൻ തന്നെ അമേരിക്കൻ വ്യോമസേന ഈ ആണവായുധ ഭീഷണി ഒഴിവാക്കാൻ ഇരച്ചെത്തി എന്നുമുള്ള വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അതൊക്കെ ശരിയായിരുന്നു എന്നും ഇന്ത്യ മർമ്മത്ത് തന്നെ അടിച്ചു എന്നുള്ളതും ഈ വാർത്തയിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ നിയന്ത്രിക്കുന്നത് അമേരിക്കയെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ CIA ചാരൻ രംഗത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. മെസ്സി വരും ടാ, സ്പോൺസറും കായിക മന്ത്രിയും പലവട്ടം പറഞ്ഞു. മെസ്സി വരില്ലാട്ട, ജനം TV ആവർത്തിച്ചു പറഞ്ഞു. മെസ്സി വരുമോ ഇല്ലയോ? അർജന്റീന ടീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏതായാലും കേരളത്തിലേക്ക് വരുമെന്ന പരാമർശം പോലുമില്ല. സ്പോൺസർ ചതിച്ചാശാനെ. തലമുറ മാറ്റത്തിൽ തോറ്റു തുടങ്ങിയ ടീമിനെ ജയിപ്പിക്കാൻ സീനിയേഴ്സ് തന്നെ വേണ്ടി വന്നു. പരിഹസിച്ച് വിമർശിച്ചവർക്ക് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ചുട്ട മറുപടി.
സിഡ്നിയിൽ വിജയത്തിന് ചുക്കാൻ പിടിച്ച് തിരികെ കയറി ആ ഇരു തലയെടുപ്പ്. പഴകും തോറും വീര്യം കൂടുന്നുവെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ഇന്നിംഗ്സുകൾ. ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. 2 വട്ടം 0 നിഴലായിപ്പോയി കോഹ്ലി. അർദ്ധ സെഞ്ചുറി അടിച്ചിട്ടും ആ പഴയ ഒഴുക്കില്ല രോഹിത്തിന്. പഴിച്ചോരും പരിഹസിച്ചോരും സിഡ്നിയിലേക്ക് കണ്ണു തുറക്കണം. എത്ര സുന്ദരമായിരുന്നു ഇരുവർ. പതിഞ്ഞു തുടങ്ങി പടർന്നു കയറി പഴയ ക്യാപ്റ്റന്മാർ. 100 അടിച്ച് രോഹിത്. ഏകദിനത്തിൽ 33ാം ശതകം. നായകപ്പട്ടം അഴിച്ചുവച്ച് 3 കളികളിൽ ഓരോ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും. കോഹ്ലിയാകട്ടെ പഴുതില്ലാതെ കളിച്ച് 74 റൺസ്. മധ്യേ ഏകദിന റൺവേട്ടയിൽ സംഘക്കാരെ പിന്തള്ളി രണ്ടാമനുമായി. 2ാം വിക്കറ്റിൽ 168 റൺസ് കൂട്ടുകെട്ടുയർത്തി തലയുയർത്തിപ്പിടിച്ചാണ് ഇതിഹാസങ്ങൾ തിരികെ കയറിയത്. വിമർശിച്ച് വീട്ടിലിരുത്താൻ കൊതിച്ചവരോടാണ്. ഇവർ ഇവിടെ തന്നെയുണ്ട്, ഇനിയുമുണ്ടാകും. സ്പോർട്സ് ഡെസ്ക്, ജനം.